2020 ക്രിക്കറ്റിന്റെ 2025 സീസൺ ടീമുകൾക്ക് പുതിയ മുഖം നൽകുമെന്ന് ഉറപ്പാണ്. കാരണം 2025 ലേലത്തിന് മുൻപ് IPL മെഗാ താരലേലം നടക്കും. അതോടെ 2024 കളിച്ച ടീമുകളിലായിരിക്കില്ല പ്രമുഖരുൾപ്പെടെ പല താരങ്ങളും 2025 സീസണിൽ ഇറങ്ങുക. 2025 മുംബൈ ഇന്ത്യൻസിൽ അടിമുടി മാറ്റം ഉണ്ടായേക്കും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2024 സീസണിൽ രോഹിത് ശർമ്മയെ നീക്കി പകരം ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയ വിപ്ലവ തീരുമാനം കൈക്കൊണ്ട ടീമാണ് മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസിനെ 5 IPL കിരീടത്തിൽ എത്തിച്ച ക്യാപ്റ്റനായിരുന്നു രോഹിത് ശർമ്മ. 2024 സീസണിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും പിന്നിലായിരുന്നു മുംബൈ ഇന്ത്യൻസ്. 2024 കളിച്ച 14 മത്സരങ്ങളിൽ വെറും 4 എണ്ണത്തിൽ മാത്രമായിരുന്നു മുംബൈ ഇന്ത്യൻസ് ജയം നേടിയത്. രോഹിത് ശർമ്മ അടക്കമുള്ള താരങ്ങൾ ക്ലബ്ബ് വിട്ടേക്കാം എന്നാണ് സൂചന. 2025 സീസണിന് മുമ്പ് മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് 5 പ്രധാന താരങ്ങൾ ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. 2022 IPL സീസണിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ താരമാണ് ഓസ്ട്രേലിയക്കാരനായ ടിം ഡേവിഡ്. ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിലും കരീബിയൻ പ്രീമിയർ ലീഗിലും അടിച്ചു തകർത്ത ടിം ഡേവിഡിന് IPLൽ പിഴച്ചു. കിറോൺ പൊളാർഡിന്റെ പകരക്കാരനായിട്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് ടിം ഡേവിഡിനെ കൊണ്ടുവന്നത്. 2022 സീസണിൽ 8 മത്സരങ്ങളിൽ ഇറങ്ങിയ ടിം ഡേവിഡിന് 37.2 ശരാശരിയിൽ 186 റൺസ് മാത്രമായിരുന്നു നേടാൻ സാധിച്ചത്. 2023 സീസണിൽ 16 മത്സരങ്ങളിൽ ഇറങ്ങി. എന്നാൽ 25.67 ശരാശരിയിൽ 231 റൺസ് മാത്രമായിരുന്നു സമ്പാദ്യം. 2024 സീസണിൽ 13 മത്സരങ്ങളിൽ നിന്ന് 30.13 ശരാശരിയിൽ 241 റൺസും. ഏതായാലും 2025 സീസണിന് മുമ്പ് മുംബൈ ഇന്ത്യൻസ് ടിം ഡേവിഡിനെ റിലീസ് ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. 2024 മിനി താരലേലത്തിലൂടെയാണ് അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടറായ മുഹമ്മദ് നബിയെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത്. 1.5 കോടി രൂപയായിരുന്നു താരത്തിനായി അവർ മുടക്കിയത്. ആക്രമിച്ച് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള സ്പിൻ ഓൾറൗണ്ടർ എന്നതായിരുന്നു മുഹമ്മദ് നബിയിൽ മുംബൈ ഇന്ത്യൻസിന്റെ വലിയ പ്രതീക്ഷ. എന്നാൽ 2024 സീസണിൽ 7 മത്സരങ്ങളിൽ ഇറങ്ങിയ നബിക്ക് 8.75 ശരാശരിയിൽ വെറും 35 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. 23 റൺസായിരുന്നു ഉയർന്ന സ്കോർ. പന്ത് കയ്യിലെടുത്തപ്പോൾ നേടിയത് വെറും 2 വിക്കറ്റ് മാത്രമാണ്. 2025 മെഗാ താരലേലത്തിന് മുമ്പ് മുഹമ്മദ് നബി മുംബൈ ഇന്ത്യൻസിൽ നിന്ന് പുറത്താകാൻ ഈ ദയനീയ കണക്കുകൾ മാത്രം മതിയെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ 2024 സീസണിൽ ദിൽഷൻ മധുശങ്കയ്ക്ക് പകരമായാണ് ദക്ഷിണാഫ്രിക്കൻ കൗമാര പേസറായ ഗ്വേന മഫക്ക മുംബൈ ഇന്ത്യൻസിൽ എത്തിയത്. അണ്ടർ 19 ICC ലോകകപ്പിൽ മഫക്ക നടത്തിയ മിന്നും പ്രകടനം മുംബൈയുടെ കണ്ണിൽ ഉടക്കിയിരുന്നു. എന്നാൽ IPL അരങ്ങേറ്റം മഫക്കയെ സംബന്ധിച്ച് ദുസ്വപ്നമാണ്. 2 മത്സരങ്ങളിൽ മാത്രമാണ് മഫക്ക കളിച്ചത്. ലഭിച്ചത് 1 വിക്കറ്റ് മാത്രം. അടുത്ത സീസണിൽ താരം മുംബൈ ടീമിൽ ഉണ്ടാകില്ലെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. 2023 IPL സീസണിന് മുന്നോടിയായിട്ടായിരുന്നു ഷംസ് മുലാനിയെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത്. 20 ലക്ഷം രൂപയായിരുന്നു താരത്തിനായി മുടക്കിയത്. സ്പിൻ ബൗളിംഗിലെ ദയനീയത അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ഇടയാക്കിയിരുന്നു. 2024 സീസണിൽ വെറും 2 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. വിക്കറ്റ് നേടാൻ സാധിച്ചുമില്ല. അതുപോലെ ഒരു ഇന്നിംഗ്സ് ബാറ്റ് ചെയ്തപ്പോൾ 1 റണ്ണുമായി പുറത്താകാതെ നിൽക്കാനായിരുന്നു വിധി. പരിക്കേറ്റ ജേസൺ ബെഹ്റൻഡോഫിന് പകരമായി എത്തിയ താരമാണ് ഇംഗ്ലീഷ് പേസറായ ലുക്ക് വുഡ്. 50 ലക്ഷം രൂപയ്ക്കായിരുന്നു താരത്തെ മുംബൈ സ്വന്തമാക്കിയത്. 2024 സീസണിൽ മുംബൈ ഇന്ത്യൻസ് ജേഴ്സിയിൽ 2 മത്സരങ്ങൾ മാത്രമാണ് വുഡ് കളിച്ചത്. ഈ ഇടങ്കൈ പേസറിന് ലഭിച്ചത് 15.5 എക്കണോമിയിൽ 1 വിക്കറ്റ് മാത്രമാണ്. 2025 സീസണിൽ മുംബൈ സംഘത്തിൽ വുഡ് ഉണ്ടാകില്ലെന്ന് ഏകദേശം ഉറപ്പാണ്.